ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് കേട്ടിട്ടുണ്ട്, ഇന്ന് കണ്ടു. SRH ജയിക്കുന്നു, GTയും കൂടെ ചേർത്ത് അവർ കരം പിടിച്ച് കയറ്റുന്നു. 3 ടീം നോക്കുവാണെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഒറ്റ ഒരു പൊസിഷന് വേണ്ടിയുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കുവാണെങ്കിൽ പൊട്ടന് ലോട്ടറി അടിക്കോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം 6 കളി തോറ്റു നിൽക്കുന്ന പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടി, എലിമിനേറ്റർ കളിക്കാൻ വേണ്ടി. RCB ആൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ചു, SRH ഉറപ്പിച്ചു, ഗുജറാത്ത് ടൈറ്റൻസ് ഉറപ്പിച്ചു. ഇനി ഉള്ളത് ഒരേ ഒരു ടീം. 3 ടീമുകൾക്കാണ് ഇവിടെ ചാൻസ് കൂടുതൽ. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ നോക്കുമ്പോഴത്തേന് പഞ്ചാബിനാണ്. ഇനി ഒറ്റ ഒരു കളി കളിച്ചാൽ മതി 15 പോയിന്റ് കിട്ടും, പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം. മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ RRനാണ്. പക്ഷെ RRനെ സംബന്ധിച്ചിടത്തോളം 2 കളിയുണ്ട്. 2 കളി ജയിച്ചാൽ മാത്രമേ 16 പോയിന്റ് കിട്ടത്തുള്ളൂ. ഒരു കളി ജയിച്ചാൽ 14 പോയിന്റ് അവർക്ക് കിട്ടത്തുള്ളൂ. കറന്റ് ഫോമൊക്കെ വെച്ചിട്ട് RRന്റെ ബാറ്റിംഗ് ഒക്കെ വെച്ചിട്ട് പാടാന്നാണ് തോന്നുന്നത് RRനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് KKRനെ സംബന്ധിച്ചിടത്തോളം 2 കളി അവർക്ക് ജയിക്കണം. സോ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് പഞ്ചാബിനാണ്. ഒറ്റ കളി ജയിച്ചാൽ മതി 15 പോയിന്റ് കിട്ടും. RRനെ സംബന്ധിച്ചിടത്തോളം, KKRനെ സംബന്ധിച്ചിടത്തോളം 2 മത്സരങ്ങൾ ജയിക്കണം. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് എലിമിനേറ്റർ കളിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. CSK എന്തായാലും ചെപ്പോക്ക് ഉറപ്പിച്ചു. പ്ലേ ഓഫ് അല്ല ഉറപ്പിച്ചത്, ചെപ്പോക്ക് ഉറപ്പിച്ചു. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ CSK ചെപ്പോക്കിന്റെ മണ്ണിൽ കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ഋതുരാജ് ഗൈക്വാഡ് പറയുവാണ് പിച്ച് സ്ലോ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ടോസ് കിട്ടുന്നു, ഞങ്ങൾ ബാറ്റ് ചെയ്യാൻ പോവാണ്. വരുന്നു, പിച്ചും സ്ലോ ആയിരുന്നു, ഋതുരാജ് ഗൈക്വാഡും സ്ലോ ആയിരുന്നു. ടീമിനെ പരാജയപ്പെടുത്തുന്ന ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു ബാറ്റിങ്ങിലൂടെ ഋതുരാജ് ഗൈക്വാഡ്. ക്രിമിനൽ ഇന്നിങ്സ് എന്ന് പറയണം, ക്രിമിനൽ ഇന്നിങ്സ്. ഒരു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് കളിച്ച ഇന്നത്തെ ഒരു ഇന്നിങ്സ് ടീമിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് ചെയ്യുന്നു, പുറത്തേക്ക് കളഞ്ഞു. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്ത് പോയ ഒരു ടീമാണ്. ഇഞ്ചുറിയുടെ കാരണത്താൽ കഴിഞ്ഞ സീസണിൽ എക്സ്പോസ് ആയില്ല ഗൈക്വാഡ്. ഈ സീസണിൽ എല്ലാ കളിയും കളിക്കുന്നു, എക്സ്പോസ് ആവുന്നു ഗൈക്വാഡ്. ഇന്നത്തെ ഒരു ബാറ്റിങ്ങിനെ എന്തു പറഞ്ഞിട്ട് ഗൈക്വാഡ് ന്യായീകരിക്കും? 21 ബോളിൽ നിന്ന് 15 റൺസ്, 71ന്റെ സ്ട്രൈക്ക് റേറ്റ്. ഇത്ര മോശമായിട്ടുള്ള ഒരു ബാറ്റിംഗ്, ഇത്ര മോശം ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ബാറ്റിംഗ് ആയിരുന്നു എന്ന് കാഴ്ചവെച്ചിട്ട് പോയിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. 3 ഓവറിനകത്ത് 41 റൺസ് ഉണ്ടായിരുന്നു CSKക്ക്. നല്ലൊരു സ്റ്റാർട്ട് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ അവിടെ കൊടുത്തു. 13 ബോളിൽ നിന്ന് 27 റൺസ് എടുക്കുന്നു സഞ്ജു. 207ന്റെ സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ഋതുരാജ് ഗൈക്വാഡിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഉർവിൽ പട്ടേലിന് ആ മൂവ്മെന്റും ക്യാരി ചെയ്യാൻ കഴിഞ്ഞില്ല. ടീം പരാജയപ്പെടുന്നു. പരാജയപ്പെടാനുള്ള മെയിൻ കാരണം ഋതുരാജ് ഗൈക്വാഡിന്റെ ബാറ്റിംഗ് ആയിരുന്നു. ഈ സീസണിലെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഋതുരാജ് ഗൈക്വാഡ്. കേവലം 125ന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് ഈ സീസണിനകത്ത് ഗൈക്വാഡിനുള്ളത്. 125ന്റെ സ്ട്രൈക്ക് റേറ്റ്. പിന്നെ ഒരു റെക്കോർഡും കൂടെ ഇന്ന് ഗൈക്വാഡ് ഇട്ട്. ഓപ്പൺ ചെയ്യാൻ വന്ന് 20 ബോൾ കളിച്ചു, ഒരു ബൗണ്ടറി പോലും നേടാത്ത ഓപ്പണർ ഗൈക്വാഡ്. ഇന്ന് 21 ബോൾ കളിച്ചു, 15 റൺസ് എടുത്തു, ഒറ്റ ഒരു ബൗണ്ടറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ടാണ് ഒരു ഓപ്പണർ വന്ന് 20 ബോൾ കളിച്ചിട്ട് ഒരു ബൗണ്ടറി പോലും നേടാൻ കഴിയാതെ പോകുന്നത്. അത്രയ്ക്ക് മോശം ബാറ്റിങ്, അത്രയ്ക്ക് മോശം ക്യാപ്റ്റൻസി ആയിരുന്നു. ക്യാപ്റ്റൻസിയിൽ ഞാൻ ഋതുരാജ് ഗൈക്വാഡിനെ മാത്രം പഠിക്കുന്നില്ല, ഫ്ലെമിംഗ്. ഈ 2 എണ്ണം കൂടെ പുറത്ത് പോകാതെ CSK നോക്കുവാണെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. ആരെയൊക്കെ കൊണ്ടുവന്നാലും, ധോണിയെ പിടിച്ച് ബെഞ്ചിലിരുത്തിയാലും, 14 കോടിക്ക് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയും കൊണ്ടുവന്നാലും ഈ ടീം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഫ്ലെമിംഗ് എന്ന് പറയുന്ന സാധനത്തിനെ എടുത്ത് പുറത്തേക്ക് കളയണം. അടുത്ത സീസണിനകത്ത് നോക്കുവാണെങ്കിൽ ഹെഡ് കോച്ചായിട്ട് MS ധോണി വരണം. ഓരോ കളിയിൽ നോക്കുവാണെങ്കിൽ ഗൈക്വാഡിന്റെയും ഫ്ലെമിങ്ങിന്റെയും മണ്ടത്തരങ്ങൾ എടുത്ത് പറയാൻ തന്നെ വേണം ഒരു പ്രത്യേകം വീഡിയോ. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഇന്ന് ഇവർ എന്തായിരുന്നു ഇവരുടെ ബോളിങ്ങിന്റെ പ്ലാൻ A എന്തായിരുന്നു, പ്ലാൻ B എന്തായിരുന്നു, പ്ലാൻ C എന്തായിരുന്നു? ഒരു പ്ലാനും ഇല്ലായിരുന്നു. വന്ന് 140ന്റെ സ്പീഡിൽ ബോൾ ചെയ്യുമായിരുന്നു ബോളർമാര്. അപ്പുറത്ത് SRH നോക്കുവാണെങ്കിൽ 60% സ്ലോ കട്ടർ എറിഞ്ഞ സ്ഥാനത്ത് CSKയുടെ ബോളർമാർ പേസ് ഓൺ ചെയ്ത് ബോൾ ചെയ്യുന്നു സ്ലോയിഷ് ആയിട്ടുള്ള പിച്ച് ആൾറെഡി സ്ലോ ആണ്. അതിന്റെ കൂട്ടത്തിൽ 140ന്റെ സ്പീഡ്, 145ന്റെ സ്പീഡിൽ വന്നെറിയുന്നു. CSK എറിഞ്ഞ സ്ലോ ബോൾ നോക്കുവാണെങ്കിൽ കേവലം 4 ബോളാണ് സ്ലോ ബോൾ എറിഞ്ഞത്. 60% സ്ലോ ബോൾ എറിഞ്ഞ ടീമാണ് SRH. സ്ലോ ബോളിനകത്ത് അവർ വിക്കറ്റ് എടുത്തു. പാറ്റ് കമിൻസ് വന്ന് സ്ലോ ബോൾ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുന്നു. ഹുസൈൻ വന്നിട്ട് ഒരു സ്ലോ ബോൾ എറിഞ്ഞ് ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് എടുക്കുന്നു. ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു ബോളിൽ, സ്ലോ കട്ടർ എറിയുന്നുണ്ടായിരുന്നു SRH വന്നിട്ട്. പക്ഷെ ഇവർ നോക്കുവാണെങ്കിൽ പേസ് ഓൺ ചെയ്ത് ബോൾ ചെയ്തുകൊണ്ടിരുന്നു. 18ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ മുകേഷ് ചൗധരി വന്നിട്ട് വൈഡ് യോക്കർ എറിയുക സ്ലോയിഷ് ആയിട്ടുള്ള പിച്ചിൽ. വൈഡ് യോക്കർ എറിഞ്ഞിട്ട് 2 വൈഡ് അവിടെ കൊണ്ട് കളഞ്ഞത്. 2 വൈഡ്, ഒരു വിക്കറ്റ് അവിടെ എടുത്തു, പക്ഷെ 2 വൈഡ് കൊണ്ട് കളഞ്ഞു. ആ ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ 15 റൺസോളം വഴങ്ങി. കളി നോക്കുവാണെങ്കിൽ
18ാമത്തെ ഓവറിൽ തോറ്റു. ഇഷാൻ കിഷനെതിരെ നോക്കുവാണെങ്കിൽ പേസ് ഓൺ ചെയ്തിട്ട് ബോൾ ചെയ്യുന്നു, ഷോർട്ട് പിച്ച് ബോൾ ഇട്ട് കൊടുക്കുന്നു, സ്ലോ പിച്ച് ആയിട്ടുള്ള പിച്ചിൽ. ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ ഫുൾ ഷോട്ട് അടിച്ചിട്ട് 2 ബൗണ്ടറി, ഒരു 6 ഒരു 4, കളി അവിടെ തീർത്തു. ഗൈക്വാഡിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. ഗൈക്വാഡ് നോക്കുവാണെങ്കിൽ ആൾറെഡി കിളി പോയി നിൽക്കുവാണ്. ഇങ്ങനെ ഒരു ബാറ്റിംഗ് കാഴ്ച വെച്ചിട്ട് ഗൈക്വാഡിൻ്റെ എങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി പ്രതീക്ഷിക്കാൻ പറ്റും? എന്താണ് ഈ കോച്ചിങ് സ്റ്റാഫിന്റെ റോൾ എന്ന്? എന്തുകൊണ്ട് ഒരു ദൂതനെ അയച്ചിട്ട് ഇതല്ല ലെങ്ത് എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞില്ല? ഹെൻറി കാൾസനും ഇഷാൻ കിഷനും കൂടെ അവിടെ നിന്ന് ബാറ്റ് ചെയ്തപ്പോഴത്തേന് ആ ഒരു 60+ പാർട്ണർഷിപ്പ് വന്നപ്പോഴത്തേന് അവരുടെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി CSK ഒന്നും ചെയ്തില്ല. ക്യാപ്റ്റനും ഒന്നും ചെയ്തില്ല, കോച്ചും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഹെൻറി കാൾസന്റെ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു സ്പെൻസർ ജോൺസൺ. 19 റൺസിലാണ് ക്യാച്ച് കൊണ്ട് കളഞ്ഞത്. ബെറ്റർ ആയിട്ട് ഫീൽഡ് ചെയ്യാൻ പോലും CSK കൊണ്ട് കഴിയുന്നില്ല. മെയിനായിട്ട് ഇവിടെ തോറ്റത് അഖിൽ ഹുസൈൻ്റെ ഓവർ നോക്കുവാണെങ്കിൽ 4 ഓവർ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചില്ല. 1 ഓവർ നോക്കുവാണെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചു അഖിൽ ഹുസൈനെ. ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്ത ബോളർ, ഇന്ന് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്ത ഒരു ബോളറാണ്. അവിടെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വന്നെടുക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. സ്ലോയിഷ് ആയിട്ടുള്ള പിച്ചിൽ നൂർ അഹമ്മദും അഖിൽ ഹുസൈനും കൂടെ ചേർന്ന് ബോൾ ചെയ്യണമായിരുന്നു അവിടെ. അഖിൽ ഹുസൈൻ 10ാമത്തെ ഓവർ എറിഞ്ഞിട്ട് അടുത്ത ഓവർ എറിയാൻ വരുന്നത് 16ാമത്തെ ഓവറിൽ. അവിടെ നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു അഖിൽ ഹുസൈൻ 16ാമത്തെ ഓവറിൽ. പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ട് അഖിൽ ഹുസൈൻ അവിടെ കൊണ്ടുവന്നത്. 16ാമത്തെ ഓവർ കൊണ്ടുവന്നിട്ട് 18ാമത്തെ ഓവർ കൊടുക്കാൻ പറ്റുമോ അഖിൽ ഹുസൈന്? അല്പം കൂടെ മുമ്പേ അഖിൽ ഹുസൈൻ്റെയും നൂർ അഹമ്മദിന്റെയും ഓവർ തീർക്കണമായിരുന്നു. മേ ബി അവിടെ വിക്കറ്റ് കിട്ടിപ്പോയനെ. കളി അല്പം കൂടെ മേ ബി സ്ലോ ആയി പോയനെ SRH. നൂർ അഹമ്മദും ഹെൻറി കാൾസനും കൂടെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു മാച്ചപ്പ് ഇല്ല. 7 കളിയിൽ നിന്ന് ഒറ്റ ഒരു തവണയാണ് നൂർ അഹമ്മദ് ഹെൻറി കാൾസന്റെ വിക്കറ്റ് എടുത്തിട്ടുള്ളത്. 200-ന് മേൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് ഹെൻറി കാൾസന് നോക്കുവാണെങ്കിൽ നൂർ അഹമ്മദിന്റെ മേൽ. നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി. അഖിൽ ഹുസൈന് ബോളിംഗ് കൊടുക്കുന്നില്ല. അഖിൽ ഹുസൈൻ 3 ഓവറിന് 21 റൺസാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് എടുത്തു. 1 ഓവർ നോക്കുവാണെങ്കിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു അഖിൽ ഹുസൈൻ്റെ. കളി നോക്കുവാണെങ്കിൽ 1 ഓവർ മുമ്പേ SRH ജയിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് ശിവൻ ദുബെ. ശിവൻ ദുബെയുടെ ബാറ്റിംഗ് നോക്കണം. 23 ബോളിൽ നിന്ന് 26 റൺസ്, 113 സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിനിഷറാണ് വന്ന് കളിക്കുന്നത്. തുഴഞ്ഞ് കളി തോൽപ്പിച്ചു. സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കുക ശിവൻ ദുബെയുടെ. ഒരു രീതിയിലുള്ള ഫോം നോക്കുവാണെങ്കിൽ ശിവൻ ദുബെ കാഴ്ചവെക്കുന്നില്ല ഈ സീസണിനകത്ത്. ഋതുരാജ് ഗൈക്വാഡും ശിവൻ ദുബെയും കൂടെ ചേർന്ന് ഈ ടീമിനെ പരാജയപ്പെടുത്തി ബാറ്റിങ്ങിനകത്ത്. ഡിവാൽ ബ്രേവ്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു മനോഹരമായിട്ട് ഇന്നിങ്സ് കാഴ്ചവെച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഡിവാൽ ബ്രേവ്സ് എടുത്തത്. 44 റൺസ് എടുക്കുന്നു, 162 സ്ട്രൈക്ക് റേറ്റിൽ. അതുപോലെ കാർത്തിക് ശർമ്മയെ വന്നിട്ട് നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. വേറെ ആർക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഒരു 20 റൺസ് കൂടെ കൂടുതൽ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മത്സരത്തിന്റെ റിസൾട്ട് മറ്റൊന്നായി പോയനെ. CSKക്ക് നോക്കുവാണെങ്കിൽ ഹോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു രീതിയിലുള്ള ഹോപ്പ് നോക്കുവാണെങ്കിൽ CSK സംബന്ധിച്ചിടത്തോളം ഇല്ല. ഗുജറാത്തിന്റെ മണ്ണിൽ പോയി തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് 90% നടക്കാൻ പോകുന്ന കാര്യമല്ല. വളരെ ഡിഫിക്കൽട്ടാണ് അവരുടെ മണ്ണിൽ പോയി അവരെ തോൽപ്പിക്കാന്ന് വെച്ചാൽ. ക്യൂരേറ്റർ എന്ന് പറഞ്ഞാൽ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ളൊരു പിച്ച് കൊടുക്കുന്ന ഒരു ക്യൂരേറ്ററാണ് ഗുജറാത്തിന്റെ. GTയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 2 ഉറപ്പിക്കാനുള്ള മത്സരമാണ് CSKക്കെതിരെ. സോ അമ്മാര് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. CSK സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി 2-3% ചാൻസ് ആണേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു ടീം പ്ലേ ഓഫ് കളിക്കാത്തത് തന്നെയാണ് ബെറ്റർ. ആ പ്ലേ ഓഫിന്റെ നോക്കുവാണെങ്കിൽ ആ രസം തന്നെ എടുത്ത് കളയും. സഞ്ജു സാംസൺ കളിക്കുമെങ്കിൽ ഈ ടീം ജയിക്കും. സഞ്ജു സാംസൺ കളിക്കത്തില്ലെങ്കിൽ ഇത് തന്നെയാണ് ഈ ടീമിന്റെ അവസ്ഥ. പിന്നെ SRHിലോട്ട് വരുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു പാറ്റ് കമിൻസ്. ടീമിന് വിക്കറ്റ് വേണ്ടടുത്തെല്ലാം വന്നിട്ട് വിക്കറ്റ് എടുക്കും. സഞ്ജു സാംസൺ ഫോമിലോട്ട് വന്നപ്പോഴത്തേനും 3ാമത്തെ ഓവർ എറിയാൻ വരുന്നു, വിക്കറ്റ് എടുക്കുന്നു പാറ്റ് കമിൻസ് വന്നിട്ട്. കാർത്തിക് ശർമ്മ ഫോമിലോട്ട് വരുമെന്ന് മനസ്സിലായപ്പോഴത്തേന് ബോൾ എടുക്കുന്നു പാറ്റ് കമിൻസ്, കാർത്തിക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു. ഏത് ടീം RCBയെ പിടിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയും പാറ്റ് കമിൻസിന് വേണമെങ്കിൽ RCBയെ പിടിച്ചു കെട്ടാൻ പറ്റും. പാറ്റ് കമിൻസിന്റെ ക്യാപ്റ്റൻസി ഉണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി, ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ. ചെപ്പോക്കിന്റെ പിച്ചിനെ പഠിച്ച് വന്ന് ബോൾ ചെയ്തു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ 60% ബോൾ നോക്കുവാണെങ്കിൽ പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യുന്നു, കട്ടർ എറിയുന്നു, സ്ലോ ബൗൺസ് വന്ന് എറിയുന്നു. സാക്കിബ് ഹുസൈൻ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നു. ഉർവിൽ പട്ടേൽ നോക്കുവാണെങ്കിൽ ഒരു സ്ലോ കട്ടറിനകത്ത് വന്നിട്ട് ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് എടുക്കുന്നു. ഉർവിൽ പട്ടേൽ നോക്കുവാണെങ്കിൽ അവിടെ അതിന് തൊട്ട് മുമ്പ് 2 6 അടിച്ചിട്ട് നിൽക്കുക പാറ്റ് കമിൻസിനെ. അവിടെ ഒരു മനോഹരമായിട്ടുള്ള സ്ലോ ബോൾ ഇട്ടിട്ട് കട്ടർ എറിഞ്ഞിട്ട് ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് എടുക്കുന്നു. അതുകൊണ്ട് ഇഷാൻ മലിംഗ 18ാമത്തെ ഓവറിൽ വന്നിട്ട് ബ്രേവിസിന്റെ വിക്കറ്റ് അവിടെ എടുത്തു. ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. അവിടെ നോക്കുവാണെങ്കിൽ ബ്രേവിസ് നിന്നിരുന്നെങ്കിൽ കളിയെ തിരിച്ചേനെ. ഒരു 20-25 റൺസ് ബ്രേവിസ് ആഡ് ചെയ്തേനെ അവിടെ. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് കാഴ്ചവെക്കുന്നു ഇഷാൻ മലിംഗ. 4 ഓവറിനകത്ത് 26 റൺസ്, 1 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 6.5. അതുപോലെ തന്നെ SRHന്റെ ബാറ്റിംഗ് എടുത്ത് പറയണം. ഇഷാൻ കിഷൻ, സൂപ്പർ ബാറ്റിംഗ് കേട്ടോ. ഇങ്ങനെ ബാറ്റ് ചെയ്യുന്ന ഒരു ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിന് വേണം. എന്നാ കിടിലായിട്ടാണ് ബാറ്റ് ചെയ്തത്. വളരെ പേഷ്യൻ്റ് ആയിട്ട് വന്ന് ബാറ്റ് ചെയ്യുന്നു, ടീമിനെ വിജയിപ്പിക്കുന്നു, കയറി പോകുന്നു. ഇഷാൻ കിഷന്റെ പുൾ ഷോട്ട്, പിക്കപ്പ് ഷോട്ടൊക്കെ കാണാൻ
വളരെ മനോഹരമായിരുന്നു. സ്പിന്നർമാരെ ടേക്ക് ഓൺ ചെയ്യുന്നു, പേസ് ബോളർമാരെ ടേക്ക് ഓൺ ചെയ്യുന്നു. ബ്രില്യൻ ബാറ്റിംഗ്. അവിടെ ഹെൻറി കാൾസനുമായിട്ട് ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ്. 47 ബോളിൽ നിന്ന് 70 റൺസ്, 7 4 3 6, 148 സ്ട്രൈക്ക് റേറ്റിൽ വന്ന് ടീമിനെ വിജയിപ്പിച്ചിട്ട് കയറി പോകുന്നു. ബ്രില്യന്റ്. ഇങ്ങനെ ഒരു ഇഷാൻ കിഷനെ നോക്കുവാണെങ്കിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഇഷാൻ കിഷൻ. അഭിഷേക് ശർമ്മ അവിടെ ഔട്ട് ആവുന്നു, ട്രാവൽസ് ഹെഡ് അവിടെ ഔട്ട് ആവുന്നു. അവിടെ നോക്കുവാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. പാറ്റ് കമിൻസ് വരുന്നതിന് മുമ്പ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ റെസ്പോൺസിബിലിറ്റിയിൽ വന്ന ഒരു ക്യാപ്റ്റന്റെ നോക്ക് രീതിയിൽ കാഴ്ചവെക്കുന്നു ഇഷാൻ കിഷൻ. ബ്രില്യൻ ബാറ്റിംഗ്. അതുപോലെ ഹെൻറി കാൾസൺ സൗത്ത് ആഫ്രിക്ക ടീമിലില്ല, പല പല ലീഗിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയി. നോക്കുവാണെങ്കിൽ നൂർ അഹമ്മദിനെ നോക്കുവാണെങ്കിൽ തല്ലി ചവച്ചു. നൂർ അഹമ്മദ് വന്ന് വിക്കറ്റ് എടുത്തോടെ. സഞ്ജു നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റംപ് ചെയ്തോടെ. പക്ഷേ കാര്യമില്ലാതായി പോയി. സോ നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നു രുതുരാജ് ഗൈക്വാഡ്. വളരെ മോശം ഒരു കോച്ചാണ് ഫ്ലെമിംഗ് എന്ന് പിന്നെയും തെളിയിക്കുന്ന ഒരു പെർഫോമൻസ്. ഈ ടീം ജയിച്ചുകൊണ്ടിരുന്നത് ഫ്ലെമിങ്ങിന്റെ തോളിലേറിയൊന്നും അല്ലായിരുന്നു, തലയുടെ തോളിലേറിയായിരുന്നു, MS ധോണിയുടെ തോളിലേറിയായിരുന്നു. ആ MS ധോണിയെ പിടിച്ച് ഹെഡ് കോച്ചാക്ക്. നിങ്ങൾ എന്നാലും കളിപ്പിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. ടീമിനകത്ത് വെക്കുക, ഈ ഫ്ലെമിങ്ങിനെ എടുത്ത് ദൂരോട്ട് കളാം. അടുത്ത പ്രാവശ്യം നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റനാണ്. ഋതുരാജ് ഗൈക്വാഡിനെ നോക്കുവാണെങ്കിൽ വല്ല വനമാസത്തിനും വിട്. ടെസ്റ്റും ODI ഒക്കെ കളിച്ച് നടക്കട്ടെ ചെറുക്കൻ.